അവന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം എന്റെ 23-ാമത്തെ വാക്യം. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? പ്രൈസലോ. എന്താണ് ദുഷ്ടനോടുകൂടെ നീതിമാനി നീ സംഹരിക്കുമോ എന്ന് അബ്രഹാം യഹോവയായി ദൈവത്തോട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് പ്രാർത്ഥനകളിൽ അബ്രഹാമിന്റെ ഈ മധ്യസ്ഥ പ്രാർത്ഥന വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ പ്രാർത്ഥന പ്രൈസോ. ചിലർ അബ്രഹാം തന്റെ സഹോദരന്റെ മകനായ ലോത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. പ്രൈസോ. വേറെ ചിലര് സോദോം ഗോമോറയെ അതിന്റെ നാശത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചെന്നും കരുതുകയും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ലോത്തിന് വേണ്ടിയിട്ടല്ല ഇവിടെ പ്രാർത്ഥിച്ചത്. സോദോം ഗോമോറയുടെ നാശത്തിന് വിടുതലിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. അബ്രഹാം പ്രാർത്ഥിച്ചത് ഒരു നീതിമാന് വേണ്ടിയാണ്. അബ്രഹാം പ്രാർത്ഥിക്കുന്നത് നീതിമാന് വേണ്ടി അബ്രഹാം മധ്യസ്ഥ ചെയ്തെന്നുള്ളതാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രശസ്തിയേർക്കുന്നത്. ആ പട്ടണത്തിൽ സോദോം ഗോമോറ ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കട്ടെ. വ്യക്തികളെക്കാൾ ശ്രേഷ്ഠത. ഹല്ലേലൂയ. ദേശത്ത് ചില നീതിമാന്മാർ പാർക്കുന്നുണ്ട്. അവരെ ദുഷ്ടരോടൊപ്പം സംഹരിച്ചു കളയാതിരിക്കുവാൻ, അവന് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഞാനും നിങ്ങളെ തയ്യാറാകുമ്പോൾ, ദൈവം ആ പട്ടണത്തോട് കരുണ കാണിക്കുമ്പോൾ അവിടെയുള്ള സകല ജനത്തിനും ഈ ഒരു നീതിമാൻ മുഖാന്തരം വിടുതൽ കിട്ടും. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പൊ നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്ക വണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൈവിടുകയില്ല. എന്തുകൊണ്ട് ഞാൻ പറയാം? നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്ക വണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ ഒരു നാളും കർത്താവ് കൈവിടത്തില്ല. കാരണം ഒരു ദുഷ്ടന്റെ കൂടെ നീതിമാനായാൽ ആ ദുഷ്ടനോടൊപ്പം ആയി പോകാൻ നീതിമാൻ. അതുകൊണ്ട് ആ ദുഷ്ടനോടുകൂടെ ഒരിക്കലും നമ്മുടെ ദൈവം ഒരു നീതിമാനെ അയക്കത്തില്ല. പ്രൈസലോ. സർവഭൂമിക്ക് ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? ഒരു വലിയ ചോദ്യമല്ലേ. സർവഭൂമിക്ക് ന്യായാധിപതി ആരാണ്? സർവശക്തനായ ദൈവമാണ്. ഈ കാലഘട്ടത്തിൽ ജനത്തിന്റെ സർവഭൂമിക്ക് ന്യായാധിപൻ, ഭൂമിയിലുള്ള ന്യായാധിപന്മാർ, ഭൂമിയിലുള്ള ഭരണ സംവിധാനങ്ങളാണെന്നാണ് ജനത്തിന്റെ ചിന്ത. അങ്ങനെ എന്റെ പ്രിയ സഹോദരനെ, സർവഭൂമിക്ക് ഒരു ന്യായാധിപനുള്ളത് കർത്താവായ യേശുക്രിസ്തു ആകട്ടോ. പുതിയ നിയമത്തിൽ ചിന്തിക്കും, പഴയ നിയമത്തിലെ യഹോവയായ ദൈവം. ഹല്ലേലൂയ. അപ്പൊ സർവഭൂമിക്ക് ന്യായാധിപതിയായ ദൈവം ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരുന്നവനാ. നിന്റെ പ്രശ്നങ്ങളെ കേൾക്കുന്നവനാ. നീ ഒരു നീതിമാനായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിന്നെ ദുഷ്ടനോടുകൂടെ തകർത്ത് കളയാതെ ദൈവം നിന്നെ അതിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാൻ ശക്തനാ. രക്തം ചെയ്യും. താങ്കൾ നീതിമാനായി ജീവിക്കുന്നു. പ്രൈസലോ. അപ്പൊ നീതിമാൻ കുറ്റവാളിയായി തീർക്കപ്പെടുവാൻ ഒരിക്കലും കഴിയില്ല. നീതിമാനെ കുറ്റവാളിയാക്കാൻ ഒരിക്കലും കഴിയില്ല ദൈവം മുമ്പിൽ കേട്ടോ. എന്നാൽ ലോകത്തിന് മുമ്പിൽ നീതിമാന്മാരാണ് കുറ്റവാളിയായി തീരുന്ന. കുറ്റവാളികൾ നിഷ്പ്രയാസം ആ കുറ്റങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കുകയും ചെയ്യുന്നു. നീതിമാൻ കുറ്റവാളിയായി തീരുന്നു. അപ്പം ദൈവം ലോകത്തിന്റെ നിയമങ്ങളുമായിട്ട്, ദൈവിക നിയമങ്ങളിൽ ലോകത്തിന്റെ നിയമങ്ങളുമായിട്ട് രണ്ടാണ്. അപ്പം ഒരു നീതിമാൻ എല്ലാ കാലഘട്ടത്തിലും ഉത്തമനായി ജീവിക്കണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. മാത്രമല്ല അവ സുഖമായിരിക്കണം. പ്രൈസലോ. നിങ്ങൾ അല്ലെങ്കിൽ ഉത്തമനായി, സുഖമായി, സന്തോഷമുള്ള, സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, ദൈവഭയമുള്ള, ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ സ്നേഹിതരായി ദൈവകൽപ്പനകളിൽ, ദൈവവഴികളിൽ, ദൈവിക ചട്ടങ്ങളിൽ, പ്രമാണങ്ങളിൽ, ദൈവിക വിധികളിൽ നിങ്ങൾ ജീവിക്കണമെന്നാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നീതിമാനെ കുറിച്ച്. പ്രൈസലോ. അതുകൊണ്ട് അബ്രഹാമിന്റെ ആഗ്രഹം അത് തന്നെയാണ്. ഒരു നീതിമാനെങ്കിലും ആ പട്ടണത്തിലുണ്ടെങ്കിൽ ദുഷ്ടനോടുകൂടെ നീ ആ നീതിമാനെ സംഹരിക്കുമോ? പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളിൽ നമ്മുടെ പ്രാർത്ഥന ഏത് വിധത്തിലാണ്? നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ് നമ്മൾ മധ്യസ്ഥ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ മധ്യസ്ഥ ചെയ്യുന്നത്? ആർക്കു വേണ്ടിയിട്ടാണ് നമ്മൾ മധ്യസ്ഥ ചെയ്യുന്നത്? നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തെ ലക്ഷ്യങ്ങൾ എന്താണ്? നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് അല്ലെങ്കിൽ അതിന്റെ ആദർശം, അതിന്റെ അനുഭവങ്ങൾ,
ആ പ്രാർത്ഥനയ്ക്കകത്ത് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. അബ്രഹാമിനെ പോലെയാണോ നീ പ്രാർത്ഥിക്കുന്നത്? ഒരു പട്ടണത്തിൽ ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ആ നീതിമാനെ ദുഷ്ടനോടുകൂടെ നശിപ്പാൻ ഇടയാകാതെ ആ നീതിമാനെ അതിന് വിടിവിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് നീ പക്ഷപാതം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകം മുഴുവൻ ദുഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും 3 കൂട്ടം ജാതികൾ: ദുഷ്ടൻ, പാപി, പരിഹാസി. അപ്പം ദുഷ്ടന്റെ ആലോചന, പാപികളുടെ വഴി, പരിഹാസിയുടെ ഇരിപ്പിടം. സോദോം ഗോമോറയെ സംബന്ധിച്ചിടത്തോളം എത്ര യാഥാർത്ഥ്യമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവിടെ ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ ആ നീതിമാനെ സോദോം ഗോമോറയിലെ ദുഷ്ടന്മാരോടൊപ്പം സംഹരിച്ചു കളയാതെ കർത്താവേ, നീതിമാനെ അവിടുന്ന് വിടുവിക്കണമേ എന്ന് അബ്രഹാം മധ്യസ്ഥ ചെയ്യുക. അത് പക്ഷേ നീതിമാൻ ലോത്തായിരിക്കാം. പക്ഷെ ലോത്ത് എന്നുള്ള പേര് പറഞ്ഞില്ല, നീതിമാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ സ്നേഹിത, നമ്മുടെ പ്രാർത്ഥന നീതിമാന്മാർക്ക് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജ്യം മുഴുവൻ സോദോം ഗോമോറയുടെ പാപം പോലെ കേരളം, ഭാരതം, ലോക രാജ്യം മുഴുവൻ പാപത്തിൽ നിറയപ്പെട്ടു. സോദോം ഗോമോറയുടെ പാപം എന്തായാലും സ്വർഗ ഭോഗ, അല്ലെങ്കിൽ ദൈവം വെറുക്കുന്ന പാപങ്ങൾ. ഇന്ന് നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി എന്താണ്? ഭാരതത്തിന്റെ സ്ഥിതി എന്താണ്? ലോകരാജ്യങ്ങളുടെ സ്ഥിതി എന്താണ്? ഇതൊക്കെ തന്നെയല്ലേ ദൈവത്തിന്റെ ന്യായവിധി. സോദോം ഗോമോറയിൽ വെളിപ്പെട്ടതുപോലെ ദൈവത്തിന്റെ ന്യായവിധി ഓരോ ദേശങ്ങളും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മനുഷ്യന് സമാധാനമില്ല, മനുഷ്യ സ്വസ്ഥതയില്ല. അതിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, അബ്രഹാമിനെ പോലെ നീ മധ്യസ്ഥ ചെയ്യുവാൻ പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ ദൈവം വിടുവിക്കും, ദൈവം ചെയ്യും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, ഉത്തമനായി, സുഖമുള്ളവനായി, സന്തോഷമുള്ളവനായി ഒരു നീതിമാൻ ജീവിക്കണം ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണ്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം വലിയ 18-ാം അധ്യായം 17 തൊട്ട് 32 വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ള നിലയിൽ നമുക്ക് അറിയപ്പെടാൻ കഴിയും. അപ്പം ഉൽപ്പത്തി പുസ്തകം വലിയ 18-ാം അധ്യായം 16 തൊട്ട് വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോതോം വഴിക്ക് തിരിഞ്ഞ് അബ്രഹാം അവരെ യാത്ര അയപ്പാൻ അവരോടുകൂടെ പോയി. ദൈവദൂതന്മാർ. അപ്പോൾ യഹോവ അരുളിച്ചത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുവോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവൻ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. അപ്പൊ ദൈവം ഒരിക്കലും അബ്രഹാമിനോട് ഒരു കാര്യം മറച്ചു വെക്കത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പേരിലെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ദാസിയെ, നിന്റെ പ്രാർത്ഥനയിൽ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി ചേർന്നത് പ്രാർത്ഥിച്ച പോലെ നീയും ദൈവത്തിന്റെ സ്നേഹിതനായി ചേർന്നത് പ്രാർത്ഥിച്ചാൽ അബ്രഹാമിന് സകലവും വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ദൈവം നിനക്കും ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. അപ്പം നീ ദൈവത്തോട് ചേർന്നിരിക്കുക. നമ്മൾ ദൈവത്തിന്റെ സ്നേഹിതനായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹിതനാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പൂർണമായിട്ട് കർത്താവിന് വേണ്ടി നമ്മളെ സമർപ്പിച്ചു കൊടുക്കണം. സമ്പൂർണം എന്ന് പറഞ്ഞാൽ 100% നമ്മൾ കർത്താവിന് സമർപ്പിക്കണം. ഹല്ലേലൂയ. അല്പമെങ്കിലും കരട് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു നീതിമാൻ എന്ന് പറയുന്നത്, ബൈബിൾ പറയുന്ന നീതിമാൻ എന്ന് പറയുന്നത് അവൻ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വ്യക്തി ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാമിന് വെളിപ്പെടുത്തിയ ദൈവം നമുക്കും വെളിപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ദൈവം മോശയോട് സംസാരിച്ചത് ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ആയിരുന്നു എന്ന് അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം 33:11 വായിച്ചാൽ കാണാൻ കഴിയും. മോശയോട് സംസാരിച്ചു അങ്ങനെയാണ്, ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 18 ദൈവം സ്നേഹിതനെ പോലെ അബ്രഹാമിനോട് സംസാരിക്കുകയും സോദോമിന്റെ നാശത്തെക്കുറിച്ച് ദൈവം അവരോട് സംസാരിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് അബ്രഹാം ഹല്ലേലൂയ ഒരു സ്നേഹിതനോട് എന്ന പോലെ ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നതാണ് ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ 18-ാം അധ്യായം ഉൽപ്പത്തി 18-ാം അധ്യായം 23 തൊട്ട് താഴോട്ട് വാക്യങ്ങൾ വായിക്കുന്നു. അപ്പൊ ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു വിടാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 23 വരെ വായിക്കുമ്പോൾ അബ്രഹാം അടുത്ത് എന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനി നീ സംഹരിക്കുവോ? പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ അതിനെ സംഹരിക്കുമോ?
അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ലയോ? അബ്രഹാമിന്റെ ആദ്യത്തെ അപേക്ഷ എന്താണ്? പട്ടണത്തിൽ 50 നീതിമാരുണ്ടെങ്കിൽ 50 നീതിമാന്മാരെ നീ ഹല്ലേലൂയ സ്തോത്രം ആമി 50 നീതിമാനെ സംഭരിക്കുവാണ്. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ഒരു നാളും ചെയ്യുന്നതല്ലോ നീതിമാൻ ദുഷ്ടനെ പോലെ ആകാത്തവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. ഒരു നീതിമാൻ ദുഷ്ടനോടുകൂടെ ആകത്തക്ക നിലയിൽ ആ നീതിമാനെ ഒരിക്കലും ദൈവം തകർത്ത് കളയില്ല. നീതിമാനെ എന്നും ദൈവം കൈപിടിച്ചു ഉയർത്തും. പ്രൈസലോട് ഹല്ലേലൂയ. വീണ്ടും ദൈവം സർവഭൂമിക്ക് ന്യായാധിപനായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? സർവഭൂമിക്ക് ന്യായാധിപനായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സ്നേഹിത, സർവഭൂമിക്ക് ന്യായാധിപനായ ദൈവം നിനക്ക് വേണ്ടി ചില നീതിയുടെ കരം വെളിപ്പെടുത്തും. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. ഹല്ലേലൂയ. അപ്പം വചനം പറയുകയാണ് ഹല്ലേലൂയ. എന്നിട്ട് അബ്രഹാം പറയും, യഹോവയെ അല്ലെ അതിനെ ആമേൻ യഹോവ, ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തെയും അല്ലെ സ്ഥലത്തൊക്കെയും ആമേൻ സ്ഥലത്തൊക്കെയും അല്ലെ ക്ഷമിക്കും എന്ന് അല്ല ചെയ്തു. അപ്പൊ സോദോമിൽ 50 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ സ്ഥലത്തോട് ക്ഷമിക്കും. ഹല്ലേലൂയ പറയാണ്. വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ സ്തോത്രം, പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. അബ്രഹാം പറയാം, പൊടിയും വെണ്ണീറുമായ ഞാൻ. വെണ്ണീറും ചാരമേ ഹല്ലേലൂയ. അബ്രഹാമിന്റെ താഴ്ച ഒന്ന് ചിന്തിക്കുകയെ, പൊടിയും വെണ്ണീറുമായ ഞാൻ യഹോവയോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. ഹല്ലേലൂയ. എന്നിട്ട് 50 നീതിമാന്മാരിൽ പക്ഷേ 5 പേര് കുറഞ്ഞു പോയെങ്കിലോ 5 പേര് കുറഞ്ഞത് കൊണ്ട് നീ ആ പട്ടണം മുഴുവൻ നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന് 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം 50 പേരിൽ 5 പേര് കുറഞ്ഞല്ലോ, 45 പേരായാലോ കർത്താവ് എന്ന് ചോദിച്ചു. കർത്താവ് പറയാണ്, 45 പേരെ ഞാൻ അവിടെ കണ്ടാലും സോദോം ഗൊമോരയെ നശിപ്പിക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും പറയാണ് സ്തോത്രം, ഹല്ലേലൂയ നശിപ്പിക്കില്ല എന്ന് അവൻ അരുളി ചെയ്തു. 40 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞതിന് ഞാൻ 40 പേരുടെ നിമിത്തവും നശിപ്പിക്കുകയില്ല. ഹല്ലേലൂയ എന്നല്ല ചെയ്തു. അതിനവൻ, ഞാൻ പിന്നെയും സംസാരിക്കുന്നു, കർത്താവേ കോപിക്കരുതേ, പക്ഷെ 30 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 30 പേരെ അവിടെ കണ്ടാൽ നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ, പക്ഷെ 20 പേരെ അവിടെ കണ്ടാലോ എന്ന് അവൻ പറഞ്ഞതിന് 20 പേരുടെ നിമിത്തവും നശിപ്പിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. അപ്പൊ അബ്രഹാം നിരന്തരമായിട്ട് ദൈവത്തോട് ചില ചോദ്യമാണ്. ദൈവം അതിനെല്ലാം തക്ക സമയത്ത് മറുപടി കൊടുക്കുകയെ ഇല്ലേ എന്നോർത്ത് വയ്ക്കുക. എന്ത് ഒരു അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി ആ സോദോം ഗൊമോരയിലെ ഒരു നീതിമാന് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മറുപടി എത്ര ശ്രേഷ്ഠമല്ലേ. ലേലിയ. അപ്പം വീണ്ടും അബ്രഹാം പറയാണ്, ഹല്ലേലൂയ, 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 10 പേരുടെ നിമിത്തവും നശിപ്പിക്കില്ല എന്ന് അവൻ അരുളി ചെയ്തു. യഹോവ അബ്രഹാമിന് അരുളി ചെയ്തത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി അബ്രഹാമും തന്റെ സ്ഥലത്തേക്ക് പോയി. കാരണം എത്രമാത്രം ആ ദൈവഭക്തൻ അല്ലേ അബ്രഹാം. സോദോമിന് വേണ്ടി, സോദോം ഗോമോരയ്ക്ക് വേണ്ടി, അവിടുത്തെ നാശം, അവിടുത്തെ പാപം, ദൈവം പൊറുക്കാത്ത പാപം, ദൈവം വെറുക്കുന്ന പാപം, ആ ദേശം അത്രമാത്രം പാപത്തിൽ വീണ് കിടന്നപ്പോൾ ആ പട്ടണത്തിൽ ഒരു നീതിമാനുണ്ടെന്ന് മനസ്സിലാക്കിയ അബ്രഹാം ആ നീതിമാന് വേണ്ടി ഇത്രമാത്രം മധ്യസ്ഥ ചെയ്യുന്നെങ്കിൽ അബ്രഹാമിന്റെ ഉള്ളിലെ ആത്മഭാരമുണ്ടല്ലോ. പ്രൈസലോ. ഈ പുതിയ നിയമസഭയ്ക്കുണ്ടോ ശ്രോതാവേ? നിങ്ങളൊരു വിശ്വാസിയാണോ? നിങ്ങളൊരു ദൈവദാസനാണോ? നിങ്ങളൊരു ദൈവദാസിയാണോ? സുവിശേഷം പ്രസംഗിക്കുന്നവരാണോ? ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ ഒരു വാക്തമാണോ നിങ്ങൾ? ഹല്ലേലൂയ. ആത്മഭാരമുണ്ടെങ്കിൽ അബ്രഹാമിനെ പോലെ നീ ദൈവസ്നേഹം മുഴങ്ങാനും മുടക്കി. ഹല്ലേലൂയ. സോദോമിലെ ഒരു നീതിമാന് വേണ്ടി അബ്രഹാം മധ്യസ്ഥ ചെയ്തതുപോലെ ഞാൻ നിങ്ങൾ മധ്യസ്ഥ ചെയ്യണം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നിന്റെ ദേശത്തിലുള്ളവർക്ക് വേണ്ടി, നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി
അനുദിനം നീ അബ്രഹാമിനെ പോലെ മധ്യസ്ഥത ചെയ്യണം. ഫ്രൈസലോ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുക. സ്വതം പോലെ ഞാൻ മുമ്പ് ആവർത്തിച്ച് പാപം നിറഞ്ഞു കഴിഞ്ഞു. സർവഭൂമിയും പാപം നിറഞ്ഞു കഴിഞ്ഞു. പാപത്തിൽ മനുഷ്യൻ അല്ലടിയ ആറാടി മതിച്ച് നടക്കുകയാണ്. പ്രൈസലോ പാപത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനുഷ്യൻ ഈ ലോകത്തിന് സുഖം ആഗ്രഹിക്കുന്നു. ഏതു വിധത്തിലും പാപം ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ദുഷ്ടശക്തികൾ, സാത്താന ശക്തികൾ മനുഷ്യന് ചുറ്റും അവൻ അലുയ ഊടാടി നടക്കുക. അതുകൊണ്ട് നീ ഒരിക്കലും പാപത്തിൽ വീണ് പോകാതെ, സോദോമിന്റെ പാപം എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും പൊറുക്കുന്നതല്ല, ദൈവം വെറുക്കുന്നതാണ്. ഇന്നത്തെ ആളുകളും അതേ രീതിയല്ലേ? പ്രൈസലോ ആണോടാണ് അവലക്ഷണമായത് ചെയ്ത്, സ്ത്രീയോട് അവലക്ഷണമായത് ചെയ്ത്, നിയമവിരുദ്ധമായ പ്രകൃതി വിരുദ്ധമായ പാപങ്ങൾ ദേശത്ത് പെരുകുന്നു. അത് ലോകസഹജമായി നോക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ജനത്തിലും ആത്മീയമായ നിലയിൽ നോക്കുമ്പോൾ ആത്മീയ തലത്തിലും സ്വതവും പാപത്തെ കാണാൻ കഴിയും. രക്തം ചെയ്യും. പ്രൈസലോ അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വലിയ പ്രവചനമൊന്നും അല്ലായിരിക്കും കേൾക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു, ഇതൊക്കെ എന്താ കേൾക്കാനല്ലേ? ഇതൊക്കെ കേട്ടാലേ നിനക്ക് നീതിമാനാകാൻ പറ്റത്തുള്ളൂ. പ്രൈസലോ പാപത്തെ വിട്ട് മടങ്ങി വരണമെങ്കിൽ, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കണം. അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനം 12-4 ഭാഗമായി പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്ന് എബ്രാഹിം വിശ്വാസികൾക്ക് പൗലോസ് കൊടുക്കുന്ന നിർദ്ദേശമാണ്, ദൈവവചനമാണ്. ഈ വചനം പൗലോസ് പറയുമ്പോൾ നമ്മൾ അബ്രഹാമിലേക്ക് തിരിഞ്ഞു നോക്കണം. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്ന ആ പട്ടണത്തിൽ ഒരു നീതിമാന് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങനെയായി മാറണം. അല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയ്ക്കകത്തേക്ക് വന്ന് ഒരു വിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ കസേരയ്ക്ക് വേണ്ടിയിട്ടല്ല നീ ഓടേണ്ടത്. ഒരു വിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ വിദേശ പോകണോ, വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ചല്ല നീ ചിന്തിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസനേദാസിയെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതം എന്താണെന്നറിയോ? നിന്നെ ദൈവം തെരഞ്ഞെടുത്തത് നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത്, ആ പട്ടണത്തിനകത്ത്, ആ ഗ്രാമത്തിനകത്ത്, ആ ദേശത്തിനകത്ത്, ആ വാർഡിലെ നീ താമസിക്കുന്ന ചുറ്റുവട്ടത്തിലെ ചില നീതിമാന്മാരെ അവൻ ദൈവം കണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി നീ മധ്യസ്ഥ ചെയ്യുവാൻ വേണ്ടിയാണ്. നീ താമസിക്കുന്ന ദേശം മുഴുവൻ
ത്തിനകത്ത് 10 നീതിമാന്മാരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. നിന്റെ കുടുംബത്തിൽ നീ ഒരു നീതിമാനായിട്ടുണ്ടെങ്കിൽ നിന്നെ കൈവിട്ട് കളയാതെ നിന്നെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ഇവിടെ നാം ദൈവത്തിന്റെ വരം വാങ്ങിക്കും കാണുന്നുണ്ട്. ന്യായവിധി നടത്തുന്നതിനെ പറ്റി കർത്താവിന്റെ ഹൃദയത്തിൽ വ്യക്തവും തെളിവുമായ തീരുമാനം ഉണ്ട്. ന്യായവിധി നടത്തുന്നതിനെ കുറിച്ച് കർത്താവിന്റെ ഹൃദയത്തിൽ വ്യക്തവും ശക്തവും തെളിവുമായ ക്രമങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടായിരുന്നാൽ അതിൻ നിമിത്തം ആ സ്ഥലത്തിൽ രക്ഷിപ്പിന്റെ ഉണർവുണ്ടാകും. ഹല്ലേലൂയ. 10 നീതിമാന്മാരുണ്ടെങ്കിൽ ദൈവം ആ സ്ഥലത്തെ നശിപ്പിക്കുകയില്ല. ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടും. ഒരേ ഒരു നീതിമാൻ ഇരുന്നാൽ പോലും ദൈവം ആ പട്ടണത്തെ ആ നീതിമാനെ രക്ഷപ്പെടുത്തുന്ന ഒറ്റ നീതിമാനെ ഉള്ളെങ്കിലും, ഹല്ലേലൂയ, എന്താണ് സ്തോത്രം, അതിൽ നിന്നൊരു മോചനമുണ്ട്. കാരണം സോദോം ഗോമോറയ്ക്ക് വേണ്ടി അബ്രഹാം മധ്യസ്ഥ ചെയ്യുന്ന 10 നീതിമാന്മാരെങ്കിലും ഉണ്ടല്ല. പക്ഷെ ഒരു നീതിമാനെ ഉള്ളെങ്കിലും ആ നീതിമാനെ ഇവിടെ ദൈവം രക്ഷപ്പെടുത്തും. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, കാണാൻ കഴിയുന്നത്. ഇനി ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 15 തൊട്ട് നമുക്ക് വായിച്ചു നോക്കാം. 15 തൊട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിക്കാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ദൈവം, ഹല്ലേലൂയ, ദൂതന്മാരെ അയച്ചിട്ട് പറയാണ്, ഈ പട്ടണത്തോടു കൂടി നീ നിന്റെ കുടുംബം നശിക്കാതിരിക്കുക, നിന്റെ ഭാര്യ നിന്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോയിക്കൊള്ളുക എന്ന്. അവൻ താമസിച്ചപ്പോൾ യഹോവ അവരോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി ആക്കി. അപ്പം ദൈവത്തിന്റെ ആലോചന ദൂതന്മാരും ഒന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ലോകത്തത്ര ഗണ്യമാക്കാതെ ആ സമയത്തിന് വില കൊടുക്കാതിരുന്നുകൊണ്ട് ഈ 2 ദൂതന്മാർ എന്ത് ചെയ്തു? ലോത്തിനെയും ഭാര്യയും 2 മക്കളെയും കൈക്ക് പിടിച്ച് ആ പട്ടണത്തിന് പുറത്തു കൊണ്ടുവന്നു. അല്ലേ, അതെ, ഒരു പട്ടണത്തിനകത്ത് നീ ഒരു നീതിമാൻ മാത്രമേ ഉള്ളെങ്കിലും നീ ആ ദുഷ്ടന്മാരോടൊപ്പം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ച് ലോത്തിനെയും തന്റെ ഭാര്യയും മക്കളെയും പുറത്തു കൊണ്ടുവന്നതുപോലെ നിന്നെ പുറത്തു കൊണ്ടുവരുന്നതാണ് ആ ദൈവം. അല്ലേ, ദുഷ്ടനോടൊപ്പം നിന്നെ ഒരിക്കലും മരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദുഷ്ടനോടുകൂടി ഒരിക്കലും ദൈവം നിന്നെ സംഹരിച്ചു കളയുകയില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്താണ് ചെയ്തത്? അവരെ കൈക്ക് വിടപ്പെടണം. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകൂ, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്ത് നിൽക്കരുത്, നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. വളരെ ആശ്ചര്യമായിട്ട് തോന്നുന്ന വചനമാണ്. 10 പേർക്ക് വേണ്ടി അബ്രഹാം മധ്യസ്ഥ ചെയ്തു. 10 പേര് ആ കുടുംബത്തിൽ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം അതിന്റെ ന്യായവിധി നടത്താൻ തീരുമാനിച്ചപ്പോൾ ദൈവം ദൂതനെ വീണ്ടും ലോത്തിന്റെ ഭവനത്തിൽ വിട്ട് ലോത്തിനോടും ഭാര്യയോടും തന്റെ മക്കളോടും പറയുക, എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെട്ടോണം. അവർ താമസിച്ചപ്പോൾ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഓടിപ്പോയിക്ക്, ഇവിടെ എങ്ങും നിൽക്കരുത്, പർവ്വതത്തിലേക്ക് ഓടണം. അതെ, നിന്റെ ഭവനത്തിൽ നീ ഒരു നീതിമാനെ ഉള്ളെങ്കിലും, നിന്റെ ദേശത്ത് ഒരു നീതിമാനായിട്ട് നീ മാത്രമാണ് ഉള്ളതെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ നശിപ്പിച്ചു കളയാതെ, ദുഷ്ടനോടൊപ്പം നിന്നെ സംഹരിച്ചു കളയാതെ, നിന്നെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്ന പർവ്വതത്തിലേക്ക്, നിന്റെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക്, ദൈവിക സങ്കേതത്തിലേക്ക് ആമൻ ഓടിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദുഷ്ടനോടുകൂടെ നീ ഒരിക്കലും സംഹരിക്കപ്പെടത്തില്ല. ദുഷ്ടനോടുകൂടെ നീ ഒരിക്കലും നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. നീ നീതിമാനായി ജീവിച്ചാൽ ദൈവം നിന്നെ ഏത് പ്രതിസന്ധികളുടെ നടുവിൽ നിന്നും പിടിവിക്കും. രക്തജയം. നമുക്കതൊക്കെ അനുഭവം കാണാൻ കഴിയും. പല ജീവിതങ്ങളിൽ പലരുടെ അനുഭവം കാണുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തോടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കിയതിന് ചില സാഹചര്യങ്ങളിൽ ആമേൻ ദുഷ്ടനോടൊപ്പം നമ്മൾ സംഹരിക്കപ്പെട്ടു പോകാതെ തലമുടി നാരിഴയ്ക്ക് നമുക്ക് ആശ്രയം എന്നൊക്കെ പറഞ്ഞുപോലെ ചില അനർത്ഥം നമ്മൾ വിടുവിക്കപ്പെട്ടിട്ടില്ലേ? ചില അപകടങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ വരുമ്പോൾ, ചില അപകടങ്ങളൊക്കെ കൺമുമ്പിൽ വരുമ്പോൾ ആ അപകടത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവം നമ്മെ വിടുവിച്ചിട്ടില്ലേ? വിടുവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനൊക്കെ അങ്ങനെ വന്നിട്ടുള്ള ആളാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്കും പറയാൻ കഴിയും, ഒരു നീതിമാനെ ഒരിക്കലും ദൈവം ദുഷ്ടനോടൊപ്പം സംഹരിച്ചു കളയത്തില്ല. അതുകൊണ്ടാണ് സോദോം ഗോമോറ എന്ന് പറയുന്ന പട്ടണത്തിന്റെ പാപം പെരുകിയപ്പോഴും ആ പട്ടണത്തെ നിർമൂലമാക്കാൻ, നശിപ്പിക്കാൻ ദൈവം പ്ലാൻ ചെയ്തപ്പോഴും നീതിമാനായ ലോത്തിനെയും, ഹല്ലേലൂയ, തന്റെ കുടുംബത്തെയും ദൈവം രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ ദൂതന്മാരെ ആ ലോത്തിന്റെ ഭവനത്തിലേക്ക് അയച്ചത്.
ഹല്ലേലൂയ. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദൈവം തന്റെ ദൂതനെ നിന്റെ ഭവനത്തിലേക്ക് അയക്കുമ്പോൾ, ദൈവദാസിദാസന്മാരുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ, നിന്നോട് സുവിശേഷം പങ്കുവെക്കാൻ വരുമ്പോൾ, ദൈവത്തിന്റെ വചനം നിന്നോട് പറയാൻ വരുമ്പോൾ, ദൈവത്തിന്റെ ആലോചന നിനക്ക് പറഞ്ഞു തരുവാൻ വരുമ്പോൾ, നീ അതിനെ കണ്ടിട്ട് സമയം കളയാതെ, അതിന് നീ ഉദാസനം കാണാതെ ആലോചന നീ കേട്ടുകൊണ്ട് ദുഷ്ടനോടൊപ്പം നീ നശിക്കാതിരിക്കുക, നീ ഓടിപ്പോകണം. ഈശ്വരോ, അത് നിന്റെ സങ്കടങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ദൈവത്തിന്റെ സോദോമിൽ വസിച്ചിരുന്ന ഒരേ ഒരു നീതിമാൻ ലോത്ത് മാത്രമായിരുന്നു. സോദോമിൽ വസിച്ചിരുന്ന ഒരേ ഒരു നീതിമാൻ ആരാ? ലോത്ത് മാത്രമായിരുന്നു. എന്നാൽ ലോത്ത് ദൈവത്തിന് വേണ്ടി നീതിമാന്മാരെ എഴുന്നേൽപ്പിച്ചില്ല. ലോത്ത് ദൈവത്തിന് വേണ്ടി നീതിമാന്മാരെ എഴുന്നേൽപ്പിച്ചില്ല. ദൈവഭയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല. ദൈവഭയത്തെക്കുറിച്ച് ലോത്ത് സംസാരിച്ചിട്ടുമില്ല. സോദോമിൽ പാപം നിറയപ്പെട്ടപ്പോൾ, സോദോമിന്റെ പാപം വലുതായപ്പോൾ, വഷളത്വം നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ, സോദോമിന്റെ ന്യായവിധി വരാൻ ഇരിക്കെ ആമി സ്തോത്രം, ലോത്ത് അല്ലുരിയ അവിടെ ഒരു നീതിമാനെ എഴുന്നേൽപ്പിക്കാതെ ആ പട്ടണത്തിന് വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച് ആ ജനത്തോട് സംസാരിക്കാനോ തയ്യാറായില്ല ലോത്ത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അധർമ്മികളുടെ ഇടയിൽ വാസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞു പോയ നീതിമാനായി ലോത്തിനെ വിടുവിക്കുകയും ചെയ്തുവെന്നാണ് 2 പത്രോസിന്റെ ലേഖനം ഹല്ലേലൂയ 2:8 വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു ദേശത്തിന്റെ ന്യായവിധി, ദേശത്ത് അകൃത്യം പെരുകുമ്പോൾ നമ്മളത് വിളിച്ചു പറയണം. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ശ്രോതാവിൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, ഞങ്ങൾ ലോകത്തിന്റെ, രാജ്യത്തിന്റെ, രാഷ്ട്രങ്ങളുടെ, ഗ്രാമങ്ങളുടെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ നിന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. ആമേൻ. അല്ലെങ്കിൽ ഉച്ചഭാഷ വിളിച്ചു പറയും. നിങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്കെതിരെ കല്ലും വടിയും കൊടിയുമായി വന്ന് മുണ്ടും മടക്കി കുത്തി മീശയും പിരിച്ച് അസഭ്യ വാക്കുകൾ വിളിച്ചു പറഞ്ഞ് സോദോം ഗോമോരയുടെ അനുഭവത്തിലേക്ക് നീ നിന്റെ പട്ടണത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിന്റെ കുടുംബത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുന്ന സന്ദേശം എന്താണെന്നറിയാമോ? ലോത്തിനെ വിടിവിച്ചതുപോലെ ദൈവത്തിനെ വിടിവിക്കുവാൻ വേണ്ടിയിട്ട് നീ ദുഷ്ടനോടൊപ്പം സംഹരിക്കാൻ, ദുഷ്ടനോടൊപ്പം നശിച്ചുപോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അറിയിക്കുന്ന സുവിശേഷത്തെ നീ കേൾക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിനക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും. അല്ലെങ്കിൽ സോദോം ഗോമോരയെ ദൈവത്തിന്റെ ന്യായവിധിയാകുന്ന അഗ്നി അയച്ചതുപോലെ നിന്റെ ദേശത്ത് ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾ സുവിശേഷം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾക്കിതിനെ ആക്രോശമാണ്. ഇപ്പം കണ്ട വടക്കേണ്ടിയിലൊക്കെ കാണുന്നത് എന്താ? വടക്കേണ്ടിയിലൊക്കെ ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ ദിവസം കേരളത്തിൽ പ്രസംഗിച്ച് ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞപ്പോൾ ന്യായവിധിയെ കുറിച്ച് സംസാരിച്ചു. അത് കേട്ടിട്ട് കുറെ അഹങ്കാരികൾ ഹല്ലേലൂയ അവർ എന്ത് ചെയ്തു? സുവിശേഷ പ്രവർത്തി അലസരപ്പെടുത്തി, അലങ്കോലപ്പെടുത്തി. അത് എവിടെ സുവിശേഷകന്മാർ, എവിടെ സുവിശേഷ പ്രവർത്തനം തടസ്സപ്പെടുത്തിയോ അലോസരപ്പെടുത്തിയോ അതിന്റെ നടുവിൽ ദൈവം ഇറങ്ങിയിട്ടുണ്ട്, ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. സോദോം ഗോമോരയിൽ വന്ന ന്യായവിധി നിന്റെ കുടുംബത്തിന്റെ, നിന്റെ പട്ടണത്തിന്മേലും വരാൻ സമയമായി. ഹല്ലേലൂയ. അടുത്ത നാളുകളിൽ ദൈവത്തിന്റെ ന്യായവിധിവരം ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങൾക്കകത്തും വെളിപ്പെടും. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, മണിപ്പൂര്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ഒറീസ പോലെയുള്ള ബീഹാർ, പശ്ചിമ ബംഗാൾ, കർണാടക പോലെയുള്ള, തമിഴ്നാട് പോലെയുള്ള, കേരളം പോലെയുള്ള ചില സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടും. സോദോം ഗോമോരയുടെ പാപം പെരുകിയതുപോലെ ഹല്ലേലൂയ സോദോം ഗോമോരയുടെ പാപം ഇന്ത്യയുടെ പാപം പെരുകുമ്പോൾ ഞങ്ങൾ ആ പട്ടണത്തിൽ, ഈ ഭാരതത്തിൽ ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ആ നീതിമാന് വേണ്ടി ഞങ്ങൾ മധ്യസ്ഥ ചെയ്യുമ്പോൾ അതിനെ നീ എതിർക്കുന്നവളാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ മഹാരാഷ്ട്രയില് ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സഹോദരിയെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സഹോദരി കണ്ടില്ലേ? യേശുവിനെ വിശ്വസിച്ചതുകൊണ്ട്. അതെ, ദൈവത്തിന്റെ ന്യായവിധിയൊക്കെ നിനക്ക് വരാൻ സമയമായി. ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഒരു പട്ടണത്തിൽ, ഒരു ഗ്രാമത്തിൽ, ഒരു രാജ്യത്തിനകത്ത് ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ആ നീതിമാനെ നീ ദുഷ്ടനോടൊപ്പം സംഹരിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. അല്ലേ? അത് കേട്ടിട്ട് ഹൃദയത്തിനകത്ത് അഹങ്കാരം തിളച്ചു മറിയുന്ന എന്നെ കേൾക്കുന്ന ശ്രോതാവേ, അല്ലേ, ഇപ്പോൾ നീ സന്തോഷത്തോടുകൂടി നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ പലരും കാണും.
അവിടെ ന്യായവിധി നാളിൽ നിനക്കാരും കാണത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സോദോം ഗോമോര നാശത്തെ കുറിച്ചാണ് 2 പത്രോസ് ലേഖനം 2-ാം അധ്യായം 6 തൊട്ട് വാക്യങ്ങൾ കാണുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സോദോം ഗോമോര എന്നീ പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ വലിഞ്ഞു പോയ നീതിമാനായ ലോത്തിനെ വിടിവിക്കുകയും ചെയ്തു. ലോത്തിനെ ദൈവം വിടിവിച്ചു സോദോം ഗോമോരയിൽ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്നത് സോദോം ഗോമോരയുടെ നാശത്തെ കുറിച്ച് വിവരിക്കുക. ഈ പട്ടണങ്ങൾ നശിക്കാതിരിക്കാൻ അബ്രഹാം ദൈവത്തോട് പക്ഷപാതം ചെയ്തതാണ് നമ്മൾ വായിച്ച വചനം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-16 തൊട്ട് ഹല്ലേലൂയ താഴോട്ട് വായിച്ചത്. ഹല്ലേലൂയ. എന്നാൽ 10 നീതിമാന്മാർ പോലും അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് അത് നശിച്ചു പോകാൻ കാരണമായി. 10 നീതിമാന്മാർ പോലും പട്ടണത്തിൽ ഇല്ലായിരുന്നുകൊണ്ട് ആ പട്ടണം നശിച്ചു പോയി. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നശിച്ചു പോയി. ഹല്ലേലൂയ. ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചു എന്ന് പറയുന്നതിന് കാരണം ഇന്ന് ഈ സ്ഥലം ചാവുകടലായി കിടക്കും. ഭക്തികെട്ട മനുഷ്യന്മാരെ, ഭക്തികെട്ടവരെ, സുവിശേഷ വിരോധികളെ ദൈവം നിന്നോട് പറയുക കേട്ടോ. പരിശുദ്ധാത്മാവ് പറയുന്നത് രാവിലെ പ്രഭാത ദൂത സോദോം ഗോമോരയിലെ ഭക്തികെട്ട ദുഷ്കാമ പ്രവർത്തിയാൽ നിറയപ്പെട്ട ജനത്തിന് ആ ദേശത്തെ ചുട്ടു ഭസ്മീകരിച്ച് ആ ദേശം ഇന്ന് ചാവുകടൽ പോലെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിന്റെ, ഭാരതത്തിന്റെ, ലോകരാജ്യങ്ങളുടെ പല ഭാഗങ്ങളിലും ദൈവത്തിന്റെ ന്യായവിധിയുടെ കടം വെളിപ്പെട്ടിട്ട് സോദോം ഗോമോര അനുഭവിത്തും. പ്രൈസലോ. മാനസാന്തരപ്പെടണം. ഞങ്ങൾ നീതിമാന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഒരു നീതിമാനെങ്കിലും ഞങ്ങളുടെ ദേശത്തുണ്ടെങ്കിൽ ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കരുത് എന്നാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. അല്ലാതെ ഇത് പണം ഉണ്ടാക്കലല്ല കേട്ടോ. പണം ഉണ്ടാക്കലല്ല, വീട് വെക്കലല്ല. പണം ഉണ്ടാക്കുക, വീട് വെക്കുക, ആടി സുഖിച്ച് ജീവിക്കുക, അട്ടഹസിക്കുക, ഇതൊന്നുമല്ല ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത്, എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ പ്രസംഗിക്കുന്നതും ഒരു പട്ടണത്തിൽ ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ പുത്രനോടൊപ്പം നീതിമാനെ നശിപ്പിക്കരുത് എന്നാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഈ ദേശത്തിന് വേണ്ടി അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. നീതിമാന് വേണ്ടി അത് എന്നെ പ്രാർത്ഥന എനിക്ക് മടങ്ങുക. ദേശം മുഴുവൻ മലിനപ്പെട്ടിരിക്കുന്നു, പാപത്താൽ മലിനപ്പെട്ട് കറ പിടിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ അല്ലെങ്കിൽ ഓട്ടുപാത്രങ്ങൾ കണ്ടിട്ടില്ലേ? ഓട്ടുപാത്രങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ വേലി നഷ്ടപ്പെടും, പുതുമ നഷ്ടപ്പെടും, കളറും മങ്ങിയിട്ട് ആ ഓട്ടുപാത്രത്തിനകം മുഴുവൻ ക്ലാവ് പിടിക്കും. ആ ക്ലാവ് വന്ന് പച്ചയും കറുപ്പും കൂടെ കൂടി ആ ഓട്ടുപാത്രം മുഴുവൻ അതിന് രൂപ ഭംഗി മാറിപ്പോകുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ ദൈവം നേരായ രീതിയിൽ സൃഷ്ടിച്ചു, നേരായ മാർഗത്തിൽ നടത്തി. എന്നാൽ അവന്റെ ഉള്ളിൽ പാപം പെരുകി കഴിഞ്ഞപ്പോൾ, പാപത്തിന്റെ ആസക്തി അവനിൽ നിറയിക്കഴിഞ്ഞപ്പോൾ ഈ ഹല്ലേലൂയ സ്തോത്രം ഓട്ടുപാത്രത്തിന് ക്ലാവ് പിടിച്ച ഒരു മനുഷ്യൻ പാപം കൊണ്ട് നിറയപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പാപത്തെ നിറയപ്പെട്ട നിന്നെ വിടിവിക്കുവാൻ വേണ്ടി നിന്നെ അത് സ്വന്തമാക്കാൻ വേണ്ടി ഞങ്ങൾ മധ്യസ്ഥ ചെയ്യുന്നതാണ് സുവിശേഷം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ പണം ഉണ്ടാക്കലല്ല കേട്ടോ. മതപരിവർത്തനം എൻ്റെ മനസ്സിന്റെ പരിവർത്തനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം ഇവിടെ നാം ദൈവത്തിന് വചനം ഇന്നും എങ്ങും എവിടെയും ദുഷ്ടത തലവിരിച്ചാടുന്നത് നാം കാണുന്നു. ഇന്നും എവിടെയും ദുഷ്ടത നിവർത്തി തലവിരിച്ചാടുന്നത് എന്ന് പറഞ്ഞാൽ, മൂർഖൻ പാമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. മൂർഖൻ പാമ്പിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മൂർഖൻ പാമ്പ് മനുഷ്യനെ കാണുമ്പോൾ, അതിന്റെ ശത്രുവിനെ കാണുമ്പോൾ മൂർഖൻ പാമ്പ് പെട്ടെന്ന് തലയുയർത്തിയിട്ട് എന്ത് ചെയ്യും? പത്തി ഉയർത്തി മൂർഖൻ പാമ്പ് പാടുന്നത് പോലെ ദേശത്തിന്റെ നടുവെ കുറുകെ മുഴുവൻ മൂർഖൻ പാമ്പ് തലവിരിച്ചാടുന്ന പോലെ പാപത്തിൽ നിറയപ്പെട്ട ജനം മൂർഖനെ പോലെ തലവിരിച്ചാടുന്ന അത്ര ജടികമായ പാപത്താൽ ദേശം നിറയപ്പെട്ടിരിക്കുന്നു. വലിയൊരു പാമ്പെന്ന് പറയുമ്പോൾ പഴയ സർപ്പവും കേട്ടോ, സാത്താനാ. അത് തലവിരിച്ചാടുന്ന പോലെ മനുഷ്യൻ പാപത്തിൽ നിറയപ്പെട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുന്നു. ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് പകരം ആണും കൂടെ കല്യാണം കഴിക്കുന്നു. ആണും കൂടെ കല്യാണം കഴിക്കുന്നു, പെണ്ണും കൂടെ കല്യാണം കഴിക്കുന്നു. ആണും കൂടെ ശാരീരിക ബന്ധം, പെണ്ണും ശാരീരിക ബന്ധം എന്ന് പറഞ്ഞാൽ മൂർഖൻ പാമ്പ് തലവിരിച്ചാടുന്നത് പത്തി വിടർത്തി ആടുന്ന പോലെ ദേശത്ത് നെടുകയും കുറുകയും പാപം നിറയപ്പെട്ട് കഴിഞ്ഞെന്ന്. അതായത് സോദോം ഗോമോരയുടെ മേൽ വന്ന ന്യായവിധിയെ ദൈവം അയക്കാറായി.
അതുകൊണ്ട് ഞങ്ങൾ ഈ പട്ടണത്തിൽ ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ അവനെ വിടുവിക്കാൻ ഞങ്ങൾ മധ്യസ്ഥ ചെയ്ത് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക. രക്തചയം പ്രൈസലോ മാനസാന്തരപ്പെട്ട് മടങ്ങുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വചനം എന്താണ്? ഉൽപ്പത്തി പുസ്തകം. ഹല്ലേലൂയ, സ്തോത്രം. 14 സ്തോത്രം. ഹല്ലേലൂയ. 18:23 അബ്രഹാം അടുത്ത് എന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനി നീ സംഹരിക്കുമോ? അതെ, ദുഷ്ടനോടുകൂടെ നീതിമാനി ഒരിക്കലും ദൈവം കൊന്നുകളയത്തില്ല. നീതിമാനായ ലോത്തിനെ വിടുവിച്ച ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ ആഗ്രഹിക്കുക. ദേശം മലിനപ്പെട്ടാലും നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം ചേർന്ന് പറയാമോ? കർത്താവേ, എനിക്കതിന് മോചനം ആവശ്യമാണ്. ഈ ലോകത്തിന്റെ പാപത്തിൽ വീഴുവാൻ ഞാനില്ല. എനിക്ക് അങ്ങോടൊപ്പം ചേർന്ന് ജീവിക്കണം. കണ്ണുകളുടെ ചാട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ വളരെ കേട്ടുകൂട്ടിയത് എല്ലാ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപത്തെ നിറയപ്പെട്ട് തല വിരിച്ചാട് പത്തി വിരത്തിയാടുന്ന പോലെ പാപദേശത്ത് കുടികൊള്ളുമ്പോൾ അതിന് കർത്താവിന്റെ ജനത്തെ വിടിവിക്കണമേ. ശൈശുദ്ധൻ ബാലി കൗമാരി ഇവരെന്തൊരു വാർത്തയുവാൻ തലമുറയിലായിരിക്കുന്ന ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തി വരെ എല്ലാ ഗോത്രഭാഗങ്ങളെയും ആദിവാസി ട്രൈബൽ മേഖലയിലും എല്ലാ രാജ്യരാഷ്ട്ര തലവന്മാർ, ഇതുകാര്യ പ്രാന്തിയന്മാർ, ന്യായാധിപന്മാരെ, എല്ലാ ക്രമസമാധാന പാലകരെ, സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമക്കളെ ദൈവദാസന്മാരെ ഏൽപ്പിക്കുന്നു. അബ്രഹാമിനെ പോൽ ഈ ദിവസങ്ങൾ ദേശത്ത് വേണ്ടി രാജ്യത്ത് മധ്യസ്ഥ ചെയ്യുവാൻ ഒരു തലമുറ നീ എഴുന്നേൽപ്പിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.